ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയാലോ. ഒരടപ്രഥമനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി അട നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സാമൂനരി എടുത്തിട്ട് അതും കുറച്ചെടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം പാവാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ വെള്ളമാണ് ഇപ്പം എടുത്തിട്ടുള്ളത്. അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അത് വെള്ളം അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് നല്ല പാവാക്കിയെടുക്കാം. ഇനി അലിയാത്ത കുറച്ച് വെള്ളം കൂടിയുണ്ട്. ഇതെല്ലാം നന്നായിട്ട് അലിഞ്ഞ് നമുക്കതിനെ തണുപ്പിച്ചെടുക്കാം. എല്ലാം അലിഞ്ഞിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം കുറച്ച് കൂളായിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അടയിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് അരിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരുപാട് അതിൽ ഇതുപോലെ പൊടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരിച്ചിട്ട് അടയിലോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഇത് രണ്ടും കൂടി ഈ ഒരു വെള്ളപ്പാവിൽ അട ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. അപ്പോൾ ഇതൊരു 2 തേങ്ങയുടെ തേങ്ങ മുഴുവനായി ചിരകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1-ാം പാലും 2-ാം പാലുമാണ് ഇതിലെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2-ാം പാൽ ആദ്യം ഈ മിക്സിലോട്ട് ഒഴിക്കാം. അപ്പം നന്നായിട്ടിത് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പാവിൽ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാമൂനരി ഇതിലോട്ട് ഒഴിക്കാം. അതും ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ അട നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിലോട്ട് 2-ാം പാൽ ഒഴിക്കാം. ഇപ്പോൾ 2-ാം പാൽ ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഈ ഒരു 2-ാം പാലിൽ ഈ പാവും അതുപോലെ നമ്മൾ അടയും നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. അതൊന്ന് കുറുകി വന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. തിളച്ച് കുറുകേണ്ട ആവശ്യമില്ല. അപ്പോൾ 1-ാം പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി നല്ലൊരു തിളക്കുന്നതിന് തൊട്ട് മുമ്പേ നമുക്ക് ഇതിൽ വറുത്തിടാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഏലക്ക പൊടിയും പഞ്ചസാരയും കൂടി മിക്സിയിൽ അടിച്ചിട്ട് അതിൽ നിന്നൊരു പിഞ്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറുത്തിടാം. ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം കാഷ്യൂനട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഒരു ബ്രൗൺ കളർ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് പായസത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഐറ്റമേ കൊണ്ട് സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.